أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഹൃദയം അശ്രദ്ധമായി കഴിയുന്ന ആളുകൾ, ഹൃദയത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമൊന്നുമില്ല. എന്തിനാ ജീവിക്കണത്? കുറെ ടു ഹാവ് ഫൺ, കുറെ ആസ്വദിക്കണം, ഒന്ന് രസം വേണ്ടേ, കുറച്ച് ആസ്വദിക്കണ്ടേ. എന്താ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചാൽ എന്താ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താ? ടു ഹാവ് ഫൺ. ഫൺ വേണം, തമാശ വേണം, രസം വേണം. ഈ രസത്തിന് തമാശക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ശരീരത്തിന്റെ ആഫിയത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ബോറനാണ്. അതൊന്നും ഈമാനില്ലാത്തവരെ സമ്മതിക്കുന്ന വിഷയമാണ്. അത് നമ്മുടെ ലക്ഷ്യം എന്താ? അള്ളാഹുവിനെ അറിയാൻ വേണ്ടി വന്നതല്ലേ? ഖാലിഖായ മനുഷ്യൻ അറിയലല്ലേ ഖാലിഖായ അള്ളാഹുവിനെ അറിയലല്ലേ മനുഷ്യന്റെ ലക്ഷ്യം? അള്ളാഹുവിനെ പറ്റി അറിയാൻ വന്നതല്ലേ നമ്മൾ? അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയണം, മഅരിഫത്ത് വേണം, അള്ളാഹുവിലേക്ക് എത്തണം. അതിന് ഹൃദയം ഉണരണം. ഹൃദയം ഉണരണമെങ്കിൽ പാപങ്ങൾ ചെയ്യാതിരിക്കണം. പാപം ചെയ്യുമ്പോൾ ഹൃദയം അശ്രദ്ധമാകും, പിശാച് നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ഹറാമിലേക്ക് നോക്കുന്നതിലൂടെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അലം തറ അന്നൽ ഐന ലിൽ ഖൽബി റായിദു فما تألف العينان فالقلب آلف. سبحان الله. അലം തറ, കാണുന്നില്ലയോ? അന്നൽ ഐന, തീർച്ചയായും മനുഷ്യന്റെ കണ്ണ്, ലിൽ ഖൽബി റായിദു, ഹൃദയത്തിന്റെ നേതാവാണ്. കണ്ണ് വിളിച്ചോടത്തേക്ക് ഹൃദയം പോകുള്ളൂ. റായിദ് റിയാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ നേതൃത്വം, ലീഡർഷിപ്പ് എന്നാണ്. ഹൃദയത്തിന്റെ ലീഡർ ആരാണ്? കണ്ണാണ്. ഹറാമിലേക്ക് നോക്കുന്ന വിഷയമല്ല, എന്തും അങ്ങനെയാണ്. നമ്മൾ ഏത് വിഷയമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിലേക്ക് ശ്രദ്ധിക്കുന്നത്, ഹൃദയത്തെ നമ്മൾ അങ്ങോട്ട് വലിച്ചുകൊണ്ടു പോവുകയാണ്. അല്ലാഹുവിലേക്കാണെങ്കിൽ അങ്ങനെ, എല്ലായിടത്തേക്കാണെങ്കിൽ അങ്ങനെ. ഹൃദയത്തിന്റെ റായിദ് കണ്ണാണ്. കണ്ണ് ഇണങ്ങുന്ന വിഷയമെല്ലാം ഹൃദയത്തിന് ഇണക്കമാണ്. കണ്ണിന് കുഴപ്പമില്ല, എന്നാ പിന്നെ ഹൃദയത്തിനത് കുഴപ്പമില്ല എന്നതിനർത്ഥം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കണ്ണ് എന്ന ഒരൊറ്റ നിഅമത്ത് അല്ലാഹുവിനെ പിടിച്ചു വെച്ചാൽ എന്താ മുഅ്മിനീങ്ങളെ നമ്മുടെ അവസ്ഥ? എന്താ കണ്ണ് കാണാത്തൊരു ജീവിതം? എന്താ? ലൈല എന്ന് പറഞ്ഞ പെണ്ണിനെ സംബന്ധിച്ച് ഖൈസ് എന്ന് പറഞ്ഞ മജ്നൂൻ, ഭ്രാന്തൻ എന്നാ പറയാ. ലൈല മജ്നൂൻ എന്നല്ലേ പറയാ? ലൈലയും മജ്നൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ലൈല എന്ന് പറഞ്ഞ പെണ്ണ് അവളെ സ്നേഹിച്ചു നടന്നിരുന്ന ഒരു അവളുടെ പ്രേമിയായിരുന്നു ആര്? ഖൈസ്. അയാളെ മജ്നൂ, ഭ്രാന്തൻ എന്ന ആൾക്കാർ പേരിട്ടതാണ്. അങ്ങനത്തെ ഭ്രാന്തായ പ്രേമം തലയിക്കറിയപ്പോ അതിൽ ഏറ്റവും വലിയ ഒരു കൗതുകമുള്ള വിഷയം എന്ന് പറഞ്ഞത്, ഈ ലൈല എന്ന് പറഞ്ഞ പെണ്ണിനെ ഈ മനുഷ്യൻ കണ്ടിട്ടില്ല എന്നാണ്. ഒരിക്കലും കണ്ടിട്ടില്ല. ഒരുപാട് പാട്ടുപാടി. അറബ് സാഹിത്യം, അറബ് ഭാഷ നമ്മള് തുലനം ചെയ്യുക ഖൈസിന്റെ കവിതകളുമായി വെച്ചിട്ടാണ്. ഗ്രാമറിൽ ഇത് ശരിയാണോ, ഇങ്ങനെ വാക്കിന്റെ ഉപയോഗം ഏതൊക്കെ നോക്കണമെങ്കിൽ ഈ പുരാതന കവിതകൾ, ആൻഷ്യന്റ് അറബി ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഇത് നമ്മൾ നോക്കും. അതിൽ വരുന്ന കവിതകളാണ് ഇതൊക്കെ. അതെന്തൊക്കെ പറഞ്ഞു ആലിമ്യങ്ങൾ. ഇമാം ഗസാലി തങ്ങളൊക്കെ അവിടെ അതിനെ തുടർത്തി നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖൈസ് അങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, വകൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹാ വമാ തഹർതഹാ ബിൽ മദാമിഇ. കൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹാ. ലൈലയല്ലാത്ത പെണ്ണുങ്ങളൊക്കെ നോക്കണ കണ്ണുകൊണ്ട് മജ്നുവേ, ശബ്ദത്തോട് പറയാണ്, ലൈല അല്ലാത്ത പെണ്ണുങ്ങളൊക്കെ നോക്കണ കണ്ണുകൊണ്ട്, അതേ കണ്ണുകൊണ്ട് ലൈല എന്ന് എങ്ങനെയാ നോക്കുക? വമാ തഹർതഹാ ബിൽ മജാമിഇ. മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ നോക്കിയതിന് കണ്ണുകൊണ്ട്, കണ്ണിനൊരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ കണ്ണുകൊണ്ട് കണ്ണ് കരഞ്ഞ് കഴുകി ശുദ്ധിയാക്കാതെ നിനക്ക് ലൈലയെ നോക്കാൻ പറ്റില്ലട്ടോ എന്ന് നഫ്സിനോട് കവി പറയാം. ഒരു ഹലാലും ഹറാമും അല്ല പോയി പറയണത്. ഭ്രാന്തന്മാരെ ഈ കവികളുടെ പിന്നാലെ കൂടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. വഴിതെറ്റിയവർ. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ. ഇമാജിനറി പറഞ്ഞെടുക്കുന്ന മനുഷ്യർ, റിയാലിറ്റി അല്ല. അവരൊക്കെ ഫിക്ഷന്റെ ആളുകളാണ്. അവര് ഈ ഇമാജിനറി പറയുമ്പോൾ അതിൽ നുണ വന്നു പോകും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഇമാം പറയാണ്, ഇതിപ്പോ ആരെ പറ്റിയ പറയണത്? ലൈലയെ കുറിച്ച്. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണണ്ടേ? ആരെ? അല്ലാഹു ജല്ല ജലാലുവിനെ. അള്ളാഹുവിനെ കാണണ്ടേ നമുക്ക്? ഈ ലോകത്തിന്റെ ഖാലിഖായ പടച്ചവൻ അള്ളാഹുവിന്റെ നൂറിന്റെ തജല്ലി നാളെ മഹ്ശറയിൽ മുഅ്മിനീങ്ങൾക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാന്ന പ്രബലമായ അഭിപ്രായം. നമുക്കന്ന് ബോഡി ഉണ്ടല്ലോ, ബോഡി ആൻഡ് സോൾ രണ്ടും കൂടെയാണ് നാളെ പുനർജന്മം നൽകപ്പെടുന്നത്. അത് അള്ളാഹുവിനെ കാണാനുള്ള കണ്ണാണ്. ആ കണ്ണ് നമ്മൾ ഹറാമിലേക്ക് നോക്കി നശിപ്പിക്കല്ലേ. ലൈല അല്ലാത്ത പെണ്ണുങ്ങളെ നോക്കിയാൽ പിന്നെ കരഞ്ഞ് ശുദ്ധിയാക്കിയിട്ടേ ലൈലയെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പ്രേമിയായ കൈസ്. ഈ ലൈലയാണെങ്കിലോ കറുത്തവളായിരുന്നു. ആൾക്കാരെ കളിയാക്കി, മജ്നു, ഈ കറുത്ത പെണ്ണിനെയാണോ നീ പ്രേമിച്ച് നടക്കുന്നത്? മജ്നുവിന് ഭ്രാന്താണ്. മജ്നു മറുപടി കൊടുത്തത് എന്താണെന്നറിയോ? കറുപ്പ് അതിനൊന്നൊരു സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളൊരു പാട്ട് പാടിയിട്ടുണ്ട്. يقولون ليلى سودة حابشية يقولون ليلى سودة حابشية ولولا سواد المسك ما كان غاليا. യഖൂലൂന, ആളുകൾ പറയുന്നുണ്ട്, ലൈല സൗദത്തുൻ ഹബശിയത്തുൻ, ലൈല എന്നവൾ ഒരു ആഫ്രിക്കക്കാരിയല്ലയോ, അവളൊരു എത്യോപ്യക്കാരിയല്ലേ? ഹബശി എന്ന് പറയുന്ന അർത്ഥമാണ് നീഗ്രോ വർഗക്കാരിയല്ലേ? സൗദത്തുൻ, കറുത്തവളല്ലേ എന്ന് ആളുകൾ എന്നോട് എന്റെ ലൈലയെ കുറിച്ച് പറയുന്നുണ്ട്. കസ്തൂരി എന്ന സുഗന്ധമുള്ള, ഏറ്റവും നല്ല സുഗന്ധമുള്ള കസ്തൂരിയുടെ നിറം കറുപ്പാണ്. കസ്തൂരിക്ക് കറുപ്പ് നിറമില്ലെങ്കിൽ ഇത്ര വില ഉണ്ടാകുമായിരുന്നില്ല എന്ന് അവരെ മനസ്സിലാക്കണം എന്ന് കൈസിന്റെ മറുപടി. അലിമാം പറയാണ്, അല്ലാഹു ജമാലിയത്തിന്റെ നൂറിന്റെ ജമാലിന്റെ മൂർത്തി രൂപമാണ്. അല്ലാഹു ജമീലുൻ, അല്ലാഹു ജമീലാൻ, അല്ലാഹു ഭംഗിയുള്ളവനാണ്. എന്റെ അജ്മൽ എന്ന് പറഞ്ഞതെന്നാ, അള്ളാഹു ഏറ്റവും ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ ജമീൽ, അള്ളാഹുലേക്ക് നോക്കിയാൽ നമ്മളൊക്കെ അഗ്ലി. അള്ളാഹു ജമീലാണ്, യുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യം അള്ളാഹുവിന് ഇഷ്ടവുമാണ്. അള്ളാഹു ജമീലാണ്. അങ്ങനത്തെ ജമീലായ അള്ളാഹുവിനെ നോക്കിക്കാണേണ്ട കണ്ണല്ലേ ഇത്. ആ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയിട്ട് കണ്ണിനെ നശിപ്പിക്കല്ലേ. കണ്ണ് കരഞ്ഞ് ശുദ്ധിയാക്കണം. ലൈലയെ കാണാൻ, ഈ കറുത്ത ലൈലയെ കാണാൻ മജ്നു കരയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ കാണാൻ മുഅ്മിനീങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് നോക്കിയ നോട്ടങ്ങളിൽ എത്ര കരയേണ്ടി വരും എന്നാണ് മഹാന്മാരായ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ കണ്ണുകളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഹറാമിലേക്ക് നോക്കരുത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഇബ്ലീസൊക്കെ നമ്മളെ തട്ടിക്കൊണ്ടുപോകും. കുറച്ചു നേരം നമ്മൾ അശ്രദ്ധയിലായി പോയാൽ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധയിലായി പോയാൽ നമ്മളെ കിഡ്നാപ്പ് ചെയ്യും പിശാച്. പിന്നെ എന്തൊക്കെയാ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നറിയില്ല. നല്ല നല്ല ഓർമ്മയിലും ബോധത്തിലും ജീവിക്കേണ്ടവരാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എപ്പോഴും ദ്വാരക്ക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്ക. അള്ളാഹു തആല അടുത്ത ആയത്തിലുണ്ട് വരുന്ന അടുത്തൊരു ആയത്തിന്റെ അടുത്ത പെണ്ണുങ്ങളോടും കണ്ണു ചിമ്മണമെന്ന് പറഞ്ഞൊരു ചർച്ച വന്നിട്ട് അതിന്റെ അവസാനം പറയുന്നൊരു ഭാഗമുണ്ട്. വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. എല്ലാവരും തൗബ ചെയ്തോളൂ. ഇങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുന്നവരും പറ്റാത്തവരും എന്നൊക്കെ അള്ളാഹു പറഞ്ഞു. പക്ഷേ നിങ്ങൾ അതൊന്നും നോക്കാതെ കണ്ണിനെ അഴിച്ചു വിടുന്നുണ്ട്. അയ്യുഹൽ മുഅ്മിനൂൻ, നോക്കുന്നവരേന്നല്ല, എല്ലാ മുഅ്മിനീങ്ങളും പശ്ചാത്തപിച്ചോളൂ അള്ളാഹുവിലേക്ക് എന്ന് പറയുന്നുകൊണ്ടാണ് ആയത്ത് അവസാനിക്കാൻ പോകുന്നത്. അടുത്ത ആയത്ത്. അതിനർത്ഥം ഈ ഭാഗത്ത് പിഴവുകളും അശ്രദ്ധയും എമ്പാടും നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ചിട്ടുള്ള ഒരു ആയത്തിന്റെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തിന്റെ അവസാന ഭാഗം മഹാനായ ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ചർച്ചയുടെ 5ാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്നിടക്ക് എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലുക. സല്ലു അലൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കും. അൽ ഖാമിസ, ഒരു ഉന്മേഷ ഉണർവൊക്കെ കിട്ടാൻ ഇടയ്ക്കൊരു സ്വലാത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാ പിന്നെ നീണ്ട നേരത്തുള്ള ക്ലാസ്സൊക്കെ നമുക്ക് മലയാളികളായ മുഅ്മിനീങ്ങൾക്ക് ഇത് കഴിയുള്ളൂ കേട്ടോ. ഇത് ഓഫ് ദ റെക്കോർഡാണ് പറയാം. എന്നുവെച്ചാൽ നമ്മളാണ് ഈ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് പറയുള്ളൂ, പറഞ്ഞാൽ തന്നെ ഇരുന്ന് കേൾക്കുള്ളൂ. അല്ലാത്തവരൊക്കെ എഴുന്നേറ്റ് പോകും. 20 മിനിറ്റൊക്കെ സഹിക്കാൻ കഴിയുള്ളൂ മാക്സിമം, അല്ലെങ്കിൽ അരമണിക്കൂർ. ഞങ്ങൾ സ്കൂളിലൊക്കെ 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ സംസാരിക്കേണ്ടത് മാക്സിമം 15 മിനിറ്റാണ്. ബാക്കി അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയാണ് എൻ്റെ ജോലി.
കാരണം അങ്ങനെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മളൊരു ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് നാട്ടിൽ തന്നെ, അതുകൊണ്ട് നമുക്കിത് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘമായ ഭാഷണം 1/2 മണിക്കൂറായിരുന്നു.